ചാലക്കുടിയിൽ പോട്ടയിൽ ഇന്നലെ ബാങ്ക് ജീവനക്കാരനെ, അതായത് പട്ടാപ്പകലാണ് ഒരു ബാങ്ക് ജീവനക്കാരനെ ബന്ദിയാക്കി അവിടെ കൊള്ള നടത്തുന്നത്, പണം കവരുന്നത്. അപ്പൊ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം തന്നെ. ഏതായാലും അത് നമ്മളെ അമ്പരപ്പിച്ചൊരു സംഭവം കൂടിയായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള നടക്കുന്നു എന്നൊക്കെ. ഇന്നലെ അത് നമ്മുടെ നാട്ടിൽ നടന്നു എന്നതാണ് നമ്മളെ അമ്പരപ്പിച്ചത്. ഏതായാലും 15 ലക്ഷം രൂപ അയാൾ കവർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിരുന്നു കവർച്ച. പ്രതിയുടെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇയാൾ ആലുവ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് പ്രാഥമികമായി പരിശോധന നടത്തുന്നത്. നമുക്ക് എറണാകുളത്ത് നിന്നും തിയോഫിനും തൃശ്ശൂരിൽ നിന്ന് ആദ്യം ശരത്തിലേക്ക് പോകാം. ശരത്തിന്റെ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ശരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ശരത്ത്, ഇന്നലെ നമ്മളെ ഞെട്ടിപ്പിച്ചു ഈ സംഭവം, ഈ വാർത്ത. ഇതിപ്പോൾ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. പോലീസ് അന്വേഷണത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ വിശദമാക്കുന്നത് എങ്ങനെയാണ്? മനു, ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഈ തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം നമ്മളൊക്കെ സിനിമയിലോ അല്ലെങ്കിൽ നോവലിലൊക്കെ വായിച്ചു കേൾക്കുന്ന കാര്യമാണ് ഇന്നലെ നടന്നത്. ഒരു 3 മിനിറ്റ് ഓപ്പറേഷൻ, അതായത് ഈ അക്രമി ബാങ്കിനകത്ത് നടത്തി എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് 2:12 വരുന്നു, 2:15 പുറത്തിറങ്ങുന്നു. അതിനിടയിൽ എല്ലാ കാര്യങ്ങളും നടത്തി ഏതാണ്ട് 15 ലക്ഷം രൂപ അവിടുന്ന് തട്ടിയെടുക്കാൻ ഇയാൾക്ക് സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ചാലക്കാട് DYSPക്കാണ് അതിന്റെ ചുമതല എന്ന് പറയുന്നത്. അതിന്റെ മേൽനോട്ട ചുമതല എന്ന് പറയുന്നത് തൃശ്ശൂർ റൂറൽ SP ആയിട്ടുള്ള B കൃഷ്ണകുമാറിനാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതി എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. കാരണം ഇന്നലെ സംഭവത്തിന് ശേഷം പ്രതി ബൈക്ക് എടുത്തുകൊണ്ട് തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്ന് തിരിച്ച് കൊരട്ടി ഭാഗത്തെത്തി തൃശ്ശൂർ ഭാഗത്തേക്ക് പോയ പ്രതി അവിടുന്ന് തിരിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോയി എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് ഒരു 5:30യോട് കൂടിയിട്ട് അങ്കമാലി ഭാഗത്ത് നിന്നും ഇയാളുടെ സംശയിക്കുന്ന രീതിയിൽ ഒരു വാഹനം CCTV അങ്കമാലിയിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇയാള് കൊച്ചിയിലേക്ക് കടന്നിട്ടുണ്ടാകാം. കൊച്ചിയിൽ നിന്ന് കൂടുതൽ പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇയാൾ പരിശോധിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് പ്രതി ഹിന്ദി സംസാരിച്ചു എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ പറയുന്ന ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഇത് ഹിന്ദി സംസാരിച്ചത് അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കാനോ വഴിതിരിച്ചു വിടാനാണോ എന്ന സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഹിന്ദി സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അന്തർ സംസ്ഥാന സംഘങ്ങളിലേക്കോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന തൊഴിലാളികളിലേക്കോ ഒക്കെ അന്വേഷണം നീണ്ടേക്കാം എന്ന രീതിയിൽ നീങ്ങുമ്പോൾ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു രീതി പിന്തുടർന്ന് എന്നൊരു കാര്യം പരിശോധിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പല്ല അദ്ദേഹം അല്ലെങ്കിൽ ഈ അക്രമി ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള വ്യക്തിയാണെങ്കിൽ കൂടി പുറത്തു പോകാനുള്ള സാധ്യത പ്രധാനമായിട്ടുമുള്ളത് ട്രെയിനാണ്. അപ്പോൾ അതിനുള്ള സാധ്യത കണ്ടുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ രീതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇതിനകത്ത് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വളരെ അടുത്ത വിവരമുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമം നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് നമ്മുടെ അടുത്ത് പറയുന്നത്. കാരണം ബാങ്ക് 2 മണി മുതൽ 2:30 വരെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ശരത്തെ. കാരണം വളരെ പെട്ടെന്ന് ബാങ്കിലേക്ക് കയറി വരുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ സമയം വേണം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. വളരെ പെട്ടെന്ന് അത് കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അത്രയും സഡൻ ഒരു ഓപ്പറേഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ തന്നെയാണോ പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദാംശം? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ധാരണയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഒരു ക്രൈമിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാരണം 2 മണി തൊട്ട് 2:30 വരെയാണ് ഉച്ചഭക്ഷണ സമയം. ആ ഉച്ചഭക്ഷണ സമയത്ത് ആരൊക്കെ ബാങ്കിലുണ്ടാകും, ആരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് അയാൾക്ക് വലിയ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. 2:12 അയാള് ഈ ബൈക്കിനകത്ത് വന്നിട്ട് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബൈക്ക് ഒരു കാറിന് പുറകിൽ പാർക്ക് ചെയ്തിട്ട് ബാങ്കിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ബാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇയാൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് അവിടെ പ്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. 8 പേരാണ് ബാങ്കിലെ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നത്.
അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് പ്യൂൺ മാത്രമാണ്. ആ പ്യൂണിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി, ശ്രദ്ധിക്കണം ഇത് അരിയാൻ ഉപയോഗിക്കുന്ന കത്തിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരെ ടോയ്ലറ്റിൽ അടച്ചിട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതി ആക്രമിക്കുന്നത്. അതായത് ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് കസേര ഉപയോഗിച്ച് അടിച്ചു പൊളിക്കുകയാണ്. എന്നിട്ട് അവിടെ 47 ലക്ഷം രൂപ ഇങ്ങനെ ATM നിന്ന് പിൻവലിച്ചു വെച്ച കാശ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ തൊടാതെ തൊട്ടപ്പുറത്തിരിക്കുന്ന 5 ലക്ഷത്തിന്റെ 3 കെട്ടുകൾ, അങ്ങനെയാണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. 5 ലക്ഷത്തിന്റെ 3 കെട്ടുകൾ 3 മിനിറ്റിന്റെ ഉള്ളിൽ ഈ പറയുന്ന ഒരു ആക്രമണം നടത്തി, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച മിഷൻ പൂർത്തിയാക്കി അയാൾ പുറത്തു കടക്കുന്നു, രക്ഷപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ ബാങ്കുമായിട്ട് വലിയ ധാരണയുള്ള, ബാങ്കിലെ ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു അക്രമത്തിന്റെ അല്ലെങ്കിൽ ഒരു കൃത്യത്തിന്റെ പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. മനു വിനിഷ. ശരി, ഏതായാലും വളരെ വേഗത്തിൽ ആ പ്രതിയെ പിടിക്കണം എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പോലീസിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ശരത്ത് പറയുന്നത് പോലെ ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ്. ഇനി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ആ രീതിയിൽ ഹിന്ദി സംസാരിച്ചതാണോ എന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെ വന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി അങ്ങനെ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് പ്രതി ആലുവ ഭാഗത്തേക്ക് ഈ ആലുവ ഭാഗത്തിന് പ്രത്യേകം അറിയോ, ആലുവ ഭാഗത്തേക്ക് പോയാൽ എങ്ങോട്ട് വേണമെങ്കിലും കണക്ഷൻ കിട്ടും. ട്രെയിനിൽ എങ്ങോട്ട് വേണമെങ്കിലും കയറി പോകാം. അതല്ല, ഇനി വേണമെങ്കിൽ ഇടുക്കി ഭാഗത്തേക്ക്, മൂന്നാർ ഭാഗത്തേക്ക് കടന്ന് വേണമെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേത് ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് ആലുവ എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ ഇനി അങ്ങോട്ടേക്ക് പോയതെന്നറിയില്ല. പക്ഷേ വ്യാപകമായ തെരച്ചിൽ ആലുവ, പെരുമ്പാവൂർ, ഒപ്പം തന്നെ അങ്കമാലി മേഖലകളിൽ. പെരുമ്പാവൂരിന്റെ കാര്യം അറിയാമല്ലോ, ഹിന്ദി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിൽക്കുന്ന ഇടം കൂടിയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കൂടുതൽ നിരീക്ഷണം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.